ഒരു സത്യനന്ദിക്കാട് ചിത്രം കണ്ട ഫീലാണ് ഈ ഹോസ്റ്റലിൽ വരുമ്പോൾ. ഈ ഹോസ്റ്റലിൻ്റെ മൊത്തത്തിലുള്ള അറ്റ്മോസ്ഫിയറെ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു ഹോസ്റ്റൽ ടൂർ എടുക്കാമെന്ന് വിചാരിച്ചു. ഹോം ടൂർ അല്ല, ഹോസ്റ്റൽ ടൂർ. ദേ ഇങ്ങനെ ഈ ഗേറ്റ് തുറന്ന് വരുമ്പോഴേ മൊത്തം ചെടികളാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇവിടുത്തെ എനിക്ക് ഇച്ചിരി ചെടിപ്രേമം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ചെടികളാണ് ഈ വീടിൻ്റെ 4 മൂലയ്ക്കും. ഇതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ ഈ ചെടികളാൽ ചുറ്റപ്പെട്ടതാണ്. ഇവിടെ ഏകദേശം 50 പിള്ളേർ അറ്റ് എ ടൈം താമസിക്കുന്നുണ്ട്. ഇതൊരു PG ആണെങ്കിലും ഈ ഒരു ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷമാണ് ഈ ഹോസ്റ്റലിനെ വ്യത്യസ്തമാക്കുന്നത്. അങ്ങനെ ഞാൻ പഠിക്കുന്ന കാലത്തും ഇതേ ഹോസ്റ്റലിൽ തന്നെയാണ് താമസിച്ചിട്ടുള്ളത്. ഇത് കണ്ടോ, ഈ സൈഡ് വ്യൂ നോക്കുമ്പോഴും എനിക്ക് പഴയ മലയാള സിനിമയൊക്കെയാണ് ഓർമ്മ വരുന്നത്, ഒരു ചെറു പുഞ്ചിരിയൊക്കെ പോലെ. ഈ പുറകിലത്തെ സൈഡിൽ ആൻറ്റി നിറയെ കൃഷിത്തോട്ടം നിർമ്മിച്ചേക്കാണ്. പാവലും പടവലവും മുളകും പിന്നെ കുറേ ജാതിയും ചാമ്പയ്ക്കൊക്കെ ആയിട്ട്. പിന്നെ ഒരു നല്ല അലക്കുകല്ലിൻ്റെ ഏരിയ ഉണ്ട്. ഇവിടെ ഞങ്ങൾ പണ്ട് കുറേ വർത്താനം പറഞ്ഞ് തുണി നനയ്ക്കുമായിരുന്നു. അതേ ഏരിയ കേട്ടോ ഇപ്പോൾ ഇവിടെ ഉള്ളത്. പിന്നെ കുറച്ച് പട്ടികളുണ്ട്, പിന്നെ കുറച്ച് കോഴികളുണ്ട്. ഈ കോഴികൾക്ക് വേണ്ടി ചെറിയൊരു കോഴിക്കൂട് സെറ്റപ്പും ഒക്കെ ഉണ്ട്. പുറകിൽ ചുമ്മാ വന്നിരിക്കാൻ തന്നെ നല്ല രസമാണ്. കാറ്റും വെളിച്ചവും പിന്നെ തണുപ്പും ഒക്കെ ഉള്ളൊരു അന്തരീക്ഷം. ഇതാട്ടോ ആ കോഴിക്കൂട്. പിന്നെ ഇവിടുത്തെ ഫുഡ് വേസ്റ്റൊക്കെ ആൻറ്റി ഇവിടെ ബയോഗ്യാസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഏരിയ ഉണ്ട്, അവിടെ കൊണ്ട് ഫുഡ് വേസ്റ്റ് ഇടും. അതങ്ങനെ ആ ഗ്യാസായിട്ട് അവർ യൂസ് ചെയ്യും. പിന്നെ കുറേ ഡ്രെയിനേജും കാര്യങ്ങളും. അങ്ങനെ മൊത്തത്തിലെ ഒരു തണുപ്പ് നിറഞ്ഞൊരു ഭയങ്കര മലയാളിത്തന്മയുള്ളൊരു സ്ഥലമാണിത്. നമുക്ക് മുറ്റത്തൂടെ ഇറങ്ങി നടക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു റിലാക്സേഷൻ കിട്ടുന്ന ഒരു ഏരിയ ആണ് ഇത്. മറ്റുള്ളവരുടെ പ്രൈവസിയെ മനസ്സ് അകത്തോട്ട് വീഡിയോ കൊണ്ടുപോകുന്നില്ല. പുറമേയുള്ള ഈ നല്ല കാഴ്ചകളും ഞങ്ങളുടെ ഈ സൈഡ് റൂമൊക്കെ കാണിച്ചുകൊണ്ട് തന്നെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോൾ പിന്നെ അത്രയ്ക്കുള്ളൂ. ബൈ.